നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭ ബൈബിൾ മാസമായി ആചരിക്കുന്ന സെപ്റ്റംബറിൽ വിവിധ പരിപാടികളുമായി മെക്സിക്കൻ സഭ. ബൈബിൾ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ജയിലിലെ തടവുകാർക്ക് ബൈബിൾ പകർപ്പുകൾ നൽകുന്നതിനായി സാൾട്ടല്ലോ രൂപത ഉൾപ്പെടെ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 15 വർഷമായി നടത്തിവരുന്ന ഈ പ്രവർത്തനം സാൾട്ടല്ലോയിലെയും മോൺക്ലോവിലെയും പുരുഷന്മാരുടെ ജയിലുകളിലും സാൾട്ടല്ലോയിലെ വനിതാ ജയിലിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ജുവനൈൽ ജയിലിലും ഏറെ പ്രയോജനകരമാണെന്ന് ജയിൽ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ഫാദർ റോബർട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇറാഖിലെ മൊസൂൾ നഗരത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കായി നിർമ്മിച്ച അൽ താഹിറ ചർച്ച് എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അവർ ലേഡി ഓഫ് ദി ഹവർ എന്നീ ദേവാലയങ്ങൾ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച നടന്ന ദേവാലയ കൂദാശ തിരുക്കർമ്മത്തിലും മറ്റു ചടങ്ങിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയാൽ സുഡാനിയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും പുനർനിർമ്മാണത്തെ പിന്തുണച്ച സംഘടനകളുടെ പ്രതിനിധികളും വിശ്വാസികളും പങ്കെടുത്തു. മാർപ്പാപ്പ രൂപത അധ്യക്ഷനായ ഏക രൂപതയായ റോം രൂപതയുടെ അജപാലന വർഷ ഉദ്ഘാടനം സെപ്റ്റംബർ 19. അജപാലന വർഷം രൂപതാ മെത്രാൻ കൂടിയായ ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യുമെന്ന് റോം രൂപത വികാരിയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. സെപ്റ്റംബർ 19 പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് രൂപത കത്തീഡ്രൽ ദേവാലയമായ വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ വചന ശുശ്രൂഷകളോടെയായിരിക്കും പാപ്പ അജപാലന വർഷത്തിന് ഔപചാരിക തുടക്കം കുറിക്കുക. ഏതെങ്കിലുമൊക്കെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി നാം എത്രമാത്രം ആകുലപ്പെടുന്നുണ്ടെന്നതും അനാവശ്യമായി നാം എങ്ങനെ നമ്മെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു എന്നത് പുനർവിചിന്തനം ചെയ്യണമെന്നും ലിയോ 14 പാപ്പ നമ്മോട് സംസാരിക്കുന്നതിനായി യേശുവിനെ അനുവദിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 31 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ തടിച്ചുകൂടിയ 10,000-ങ്ങൾക്ക് സന്ദേശം നൽകുമ്പോഴായിരുന്നു പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഭൂമിയുടെ സംരക്ഷണത്തിനായുള്ള ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ എഴുതിയ ചാക്രിക ലേഖനമായ ലൗദാതോ സി 1 പതിറ്റാണ്ട് പിന്നിട്ട പശ്ചാത്തലത്തിൽ 10 ലക്ഷം മരത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ബംഗ്ലാദേശ് സഭ. വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, നദിയിലെ മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന തീരദേശ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ പശ്ചാത്തലവും പ്രകൃതി സംരക്ഷണത്തിനായുള്ള ഫ്രാൻസിസ് പാപ്പയുടെ മുൻ ആഹ്വാനവും കണക്കിലെടുത്താണ് വലിയ ദൗത്യത്തിന് ബംഗ്ലാദേശ് കത്തോലിക്ക സഭ തുടക്കമിടുന്നത്. കോവിഡ് കാലയളവിൽ തന്നെ ഈ യജ്ഞത്തിന് സഭാ നേതൃത്വം തുടക്കമിട്ടിരുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.